പ്രിയമുള്ളവരെ, പൊന്നാനി സഹൃദയ സൗഹൃദ സംഘം ഗാനലോക വീഥികളിൽ എന്ന പരിപാടി വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ എൻ്റെ ആഹ്ലാദം അറിയിക്കുന്നു. സംഘാടകർക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ. അടഞ്ഞുപോയൊരു ലോകത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. അടഞ്ഞുപോയ വാതിലുകളും അടഞ്ഞുപോയ മനസ്സുകളും തുറക്കാനുള്ള നല്ലൊരു താക്കോലാണ് ഗാനം. ആ ഗാനത്തെ സർഗാത്മകമായി ഉപയോഗിക്കുവാൻ നടത്തുന്ന യത്നമാണ്. ഇതൊരു മഹാസംരംഭമാണ്. മനസ്സിൻ്റെ മാലിന്യങ്ങൾ തുടച്ചു നീക്കാൻ ഗാനത്തോളം കരുത്ത് മറ്റെന്തിനാണുള്ളത്? ഈ കോവിഡ് കാലത്ത് പുറത്തെ ശുദ്ധീകരണം പോലെ ഒരുപക്ഷെ അതിനേക്കാൾ പ്രാധാന്യത്തോടെ നടത്തേണ്ടതാണ് അകത്തെ ശുദ്ധീകരണം. ഒരു ഗാനം മനസ്സിൽ ചെയ്യുന്നത് വാക്കുകളിൽ പറയാൻ പ്രയാസമാണ്, എന്നാൽ അനുഭവിച്ചറിയാൻ എളുപ്പമാണ്. ശാന്തിയും സാന്ത്വനവും ഉണർവും ഉത്തേജനവും പ്രദാനം ചെയ്യുന്ന ഗാനത്തിൻ്റെ ഉത്ഭവം തേടിയുള്ള യാത്ര ഗവേഷണാത്മകമായ ഒരു മഹാതപസ്സാണ്. പൊന്നാനിയുടെ ജീവനാണ് കടൽ. ഗാനവും ഒരു കടലാണ്. കടലിനെയും ഗാനത്തെയും പ്രിയ സഹൃദയർക്ക് താരതമ്യം ചെയ്ത് നോക്കാവുന്നതാണ്. ആ കടലിനെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ഗാനലോക വീഥികളിലൂടെ ആ കടലിനെ നമുക്ക് പകർന്നു തരാനുള്ള സഹൃദയ സൗഹൃദ സംഘത്തിൻ്റെ സംരംഭത്തിന് എൻ്റെ ആശംസയുടെ സ്നേഹപ്പൂക്കൾ. അഭിവാദനങ്ങളോടെ എടപ്പാൾ സി സുബ്രഹ്മണ്യൻ. നന്ദി. പൊന്നാനിയുടെ സാംസ്കാരിക കൂട്ടായ്മയായ സഹൃദയ സൗഹൃദ സംഘത്തിന്റെ ഗാനലോക വീഥികളുടെ 6ാം ഭാഗം ആരംഭിക്കുകയാണ്. ഗാനലോക വീഥികൾ ധാരാളം ആസ്വാദകർ കാണുന്നു എന്നറിയുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. 6ാം ഭാഗത്തിൽ പ്രതിപാദിക്കുന്നത് MS വിശ്വനാഥൻ എന്ന സംഗീത പ്രതിഭയെക്കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച്, സംഗീതത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ച പാട്ടുകൾ കേൾക്കാം. ഏവർക്കും ഗാനലോകവീഥികളുടെ 6ാം ഭാഗത്തിലേക്ക് സ്നേഹാർദ്രമായ സ്വാഗതം.
ഈ ആഴ്ച നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നത് MS വിശ്വനാഥൻ എന്ന് പറയുന്ന ഒരു സംഗീത രംഗത്തെ ഒരു മഹാപ്രതിഭയെ പറ്റിയാണ്. ഇദ്ദേഹം തമിഴ്നാട്ടിൽ നിന്ന് പാലക്കാടാണ് ഇദ്ദേഹത്തിൻ്റെ ജനനമെങ്കിലും ഇദ്ദേഹം തമിഴ്നാട്ടുകാരനായിട്ടാണ് ജീവിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര സംഭാവനകൾ, സംഗീത രംഗത്തെ സംഗീത സംഭാവനകൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ തമിഴ്നാട്ടിൽ നിന്നും നമുക്ക് ഒട്ടനവധി പ്രതിഭകളുടെ സഹായവും സഹകരണവും മലയാള സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അവരെക്കുറിച്ച് കൂടി പറഞ്ഞ ശേഷം നമ്മൾക്ക് MS വിശ്വനാഥനിലേക്ക് പോകുന്നതാണ് നല്ലത്. അവരെ വിട്ടുകളയാൻ പറ്റിയ പ്രതിഭകളല്ല അവർ. ഈ ആളുകളൊക്കെ തന്നെ ഒന്നോ രണ്ടോ സിനിമകൾക്കാണെങ്കിലും അവർ അവരുടേതായ ചില സംഭാവനകൾ മലയാള സിനിമയ്ക്ക് നൽകിയിട്ടുണ്ട്. അവരിൽ ആദ്യം നമ്മൾ ഓർക്കേണ്ട പേര് ഇളയരാജ എന്ന് പറയുന്ന സംഗീത സംവിധായകനെ കുറിച്ചാണ്. ആയിരത്തി 1943 ജൂൺ 2 ഇളയരാജ ജനിക്കുന്നത്. അദ്ദേഹം സിനിമാ രംഗത്തേക്ക് വരുന്നത് സലിൽ ചൗധരിയുടെ ഗിത്താറിസ്റ്റായിട്ടാണ്. ഓളങ്ങൾ, സന്ധ്യയ്ക്ക് വിരിഞ്ഞ പൂവ്, മൈ ഡിയർ കുട്ടിച്ചാത്തൻ, യാത്ര, പപ്പയുടെ സ്വന്തം അപ്പൂസ്, പഴശ്ശിരാജ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ നിരവധി ഗാനങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, 800 സിനിമകൾ ദക്ഷിണേന്ത്യൻ ഭാഷകളിൽ തന്നെ, ഹിന്ദി അടക്കം ഇന്ത്യൻ ഭാഷകളിൽ 800 ചിത്രങ്ങൾക്ക് 4500 ഗാനങ്ങൾക്ക് അദ്ദേഹം സംഗീതം നൽകി എന്നാണ് പറയുന്നത്. അതിൽ മലയാളത്തിനും അദ്ദേഹം അതിൻ്റെതായ സംഭാവനകൾ നൽകി. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിൽ ഒരുപാട് ഗാനങ്ങളുണ്ട്. എല്ലാ ഗാനങ്ങളും നമുക്കിവിടെ അയവിറക്കാൻ പറ്റില്ല. എന്നിരുന്നാൽ പോലും ഓളങ്ങളിലെ തുമ്പീവ തുമ്പംകുടത്തിൽ എന്ന് പറയുന്ന ഗാനം അതിമനോഹരമാണ്. തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിടാം, തുമ്പീവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിടാം, ആകാശ പൊന്നാലി നിരകളിലായത്തിൽ തൊട്ടേ വരാം, ആകാശ പൊന്നാലി നിരകളിലായത്തിൽ തൊട്ടേ വരാം, തുമ്പീവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിടാം, തുമ്പീവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിടാം. അതുപോലെ തന്നെ പുഴയോരത്ത് പൂന്തോണിയെത്തിയില്ല എന്ന് പറയുന്ന അഥർവത്തിലെ ഗാനവും അതിമനോഹരമാണ്. പുഴയോരത്തി പൂന്തോണിയെത്തിയില്ല, പുഴയോരത്തി പൂന്തോണിയെത്തിയില്ല, മന്ദാരം പൂക്കും മറുതീരത്താളും പുന്നാകം പൂക്കും പുഴയോരത്താളും, ആരാനും കണ്ടോ ദൂരെ പൂന്തോണി, പുഴയോരത്തി പൂന്തോണിയെത്തിയില്ല, പുഴയോരത്തി പൂന്തോണിയെത്തിയില്ല. മറ്റൊരു ഗാനമാണ് ഓലത്തുമ്പത്തിയിരുന്നൂയലാടും ചെല്ലപ്പൈങ്കിളി എന്ന പപ്പയുടെ സ്വന്തം അപ്പൂസിലെ ഗാനങ്ങൾ. ഓലത്തുമ്പത്തിരുന്നൂയലാടും ചെല്ലപ്പൈങ്കിളി, എൻ്റെ ബാലഗോപാലനെ എണ്ണതെപ്പിക്കുമ്പം പാടടി, വെള്ളം കോരിക്കുളിപ്പിച്ചു കിന്നരിച്ചോമനിച്ചയ്യ, എൻ്റെ മാരിപ്പാളുങ്കിപ്പം രാജപ്പൂ മുത്തായിപ്പോയടി, ചൊല്ലി നാവേറരുതേ കണ്ട് കണ്ണേറരുതേ, പിള്ളദോഷം കളയാൻ 3 പുള്ളോൻ കുടമേ ഹോയ്, ഓലത്തുമ്പത്തിരുന്നൂയലാടും ചെല്ലപ്പൈങ്കിളി, എൻ്റെ ബാലഗോപാലനെ എണ്ണതെപ്പിക്കുമ്പം പാടടി. നിരവധി ഗാനങ്ങൾ കൊണ്ട് മലയാള സിനിമയെ അനുഗ്രഹമാക്കിയ ഇളയരാജയെ മലയാളികൾ എന്നും ഓർമ്മിക്കും. ഇളയരാജയോടൊപ്പം തന്നെ നമുക്ക് ഓർത്തിരിക്കേണ്ട ഒരു പേരാണ് ഗംഗൈ അമരൻ.
ഗംഗൈ അമരൻ ഇളയരാജയുടെ സഹോദരനാണ്. അദ്ദേഹം ചലച്ചിത്ര ഗാനരചയിതാവ്, സംഗീത സംവിധായകൻ, നിർമ്മാതാവ്, സംവിധായകൻ എന്ന് പറഞ്ഞ സിനിമയുടെ വിവിധ മേഖലകളിൽ സ്വന്തം തെളിവ് തെളിയിച്ചിട്ടുള്ള ഒരു വലിയ കലാകാരനാണ് ഗംഗൈ അമരൻ. അദ്ദേഹം മലയാളത്തിൽ 3, 4, 5 സിനിമകൾക്ക് സംഗീതം നൽകിയിട്ടുണ്ട്. അതിൽ ജസ്റ്റിസ് രാജ, പ്രേമാഭിഷേകം തുടങ്ങി നിരവധി സിനിമകളിൽ എന്ന് പറഞ്ഞാൽ 4, 5 സിനിമകളിൽ അദ്ദേഹം സംഗീതം നൽകിയിട്ടുണ്ട്. അദ്ദേഹം സംഗീതം നൽകിയ സിനിമകളിലെ ഗാനങ്ങളെല്ലാം ഹിറ്റാണ്. അതിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു ഗാനം പ്രേമാഭിഷേകത്തിലെ നീലവാന ചോലയിൽ എന്ന് പറയുന്ന ഗാനമാണ്. നീലവാനച്ചോലയിൽ നീന്തിടുന്ന ചന്ദ്രികേ, നീലവാനച്ചോലയിൽ നീന്തിടുന്ന ചന്ദ്രികേ, ഞാൻ രചിച്ച കവിതകൾ നിന്റെ മിഴിയിൽ കണ്ടു ഞാൻ, വരാതെ വന്ന എൻ ദേവി നീലവാനച്ചോലയിൽ നീന്തിടുന്ന ചന്ദ്രികേ. മറ്റൊരു സംഗീത സംവിധായകനാണ് KV മഹാദേവൻ. ൽ ആന വളർത്തിയ വാനമ്പാടി എന്ന് പറയുന്ന സിനിമയ്ക്ക് സംഗീതം നൽകിക്കൊണ്ടാണ് മലയാള സിനിമയിലേക്ക് വരുന്നത്. ഒരു സംഗീത സംവിധായകൻ എന്നുള്ള നിലക്ക് തമിഴ് സിനിമയിൽ MS വിശ്വനാഥിന് ശേഷം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഗീത സംവിധായകൻ കൂടിയാണ് KV മഹാദേവൻ. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ മലയാള സിനിമയ്ക്ക് നിരവധി കിട്ടിയിട്ടുണ്ട്. ആന വളർത്തിയ വാനമ്പാടിക്ക് ശേഷം ഒരു 10-12 ചിത്രങ്ങൾ മലയാളത്തിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതിലെപ്പോഴും നമുക്ക് ഓർത്തിരിക്കാവുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് അദ്ദേഹം സംഗീതം നൽകിയത് കായലും കയറും എന്ന് പറയുന്ന സിനിമയാണ്. അതിലെ ശരറാന്തൽ തിരിതാണു മുകിലിൻ കുടിലിൽ എന്ന് പറയുന്ന ഗാനം അതീവ മനോഹരമാണ്. ശരറാന്തൽ തിരിതാണു മുകിലിൻ കുടിലിൻ, മൂവന്തി പെണ്ണുറങ്ങാൻ കിടന്നു. ശരറാന്തൽ തിരിതാണു മുകിലിൻ കുടിലിൽ, മൂവന്തി പെണ്ണുറങ്ങാൻ കിടന്നു. അതുപോലെ തന്നെ വളരെ ഹൃദ്യമായൊരു ഗാനമാണ് ചിത്തിരത്തോണിയിൽ അക്കരയെത്താൻ എത്തിടാമോ പെണ്ണെ എന്ന് പറയുന്ന ഗാനം. ചിത്തിരത്തോണിയിൽ അക്കരെ പോകാൻ എത്തിടാമോ പെണ്ണേ, ചിറയൻ കീഴിലെ പെണ്ണേ, ചിരിയിൽ ചിലങ്ക കെട്ടിയ പെണ്ണേ. ചിത്തിരത്തോണിയിൽ അക്കരെ പോകാൻ എത്തിടാമോ പെണ്ണേ, ചിറയൻ കീഴിലെ പെണ്ണേ, ചിരിയിൽ ചിലങ്ക കെട്ടിയ പെണ്ണേ. ചിത്തിരത്തോണിയിൽ അക്കരെ പോകാൻ. ഇതേപോലെയുള്ള ഒരു സംഗീത സംവിധായകനാണ് ഗുണസിംഗ്. അദ്ദേഹം സംഗീതം നൽകിയ സിനിമകൾ പടയോട്ടം, തീക്കടൽ തുടങ്ങി ഒരു 5-6 സിനിമകൾക്കാണ് അദ്ദേഹം സംഗീതം നൽകിയിട്ടുള്ളത്. അതിൽ നമ്മൾ ഓർക്കാവുന്ന ഒരുപാട് ഹിറ്റ് ഗാനങ്ങളുണ്ട്. ഈ ഗുണസിംഗിൻ്റെ ഗാനങ്ങളിൽ മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഗാനം പൊന്നുരുക്കി തട്ടണ് മുട്ടണ് പൊൻകുടത്തിൽ മുത്തു നിറക്കണ് എന്ന് പറയുന്ന തീക്കടൽ എന്ന സിനിമയിലെ ഗാനമാണ്. പൊന്നുരുക്കി തട്ടണ് മുട്ടണ് പൊൻകുടത്തിൽ മുത്തു നിറക്കണ്, പൊന്നുരുക്കി തട്ടണ് മുട്ടണ് പൊൻകുടത്തിൽ മുത്തു നിറക്കണ്, പൊൻതട്ടാനാശാൻ പൊൻതട്ടാനാശാൻ, പാലാഴിക്കരയുള്ളൊരു പൊൻതട്ടാനാശാൻ, പൊന്നുരുക്കി തട്ടണ് മുട്ടണ് പൊൻകുടത്തിൽ മുത്തു നിറക്കണ്, പൊൻതട്ടാനാശാൻ പൊൻതട്ടാനാശാൻ. 1950-കളിൽ
ദക്ഷിണേന്ത്യയിലെ ഒരു വലിയ നിർമ്മാണ കമ്പനിയാണ് പക്ഷിരാജാസ്. അവർ തമിഴിൽ എം ജി രാമേന്ദ്രനെ നായകനാക്കിക്കൊണ്ട് മലൈക്കള്ളൻ എന്ന് പറയുന്നൊരു സിനിമ എടുത്തിരുന്നു. ആ സിനിമ ഹിന്ദിയിൽ ആസാദ് എന്ന പേരിൽ ദിലീപ് കുമാർ നായകനായും മലയാളത്തിൽ തസ്കരവീരൻ എന്ന പേരിൽ സത്യൻ നായകനായും ഇറക്കുകയുണ്ടായി. അതിൽ തസ്കരവീരൻ എന്ന സിനിമയിൽ നമ്മൾ മറക്കാനാവാത്ത ഒരു ഗാനമുണ്ട്. മലർത്തോറും മന്ദഹാസം വിരിയുന്നതെന്തിനാവാം, പിരിയാതെ എന്നും വാഴാം നമ്മോടോതിടുന്നതാവാം. മലർത്തോറും മന്ദഹാസം വിരിയുന്നതെന്തിനാവാം, പിരിയാതെ എന്നും വാഴാം നമ്മോടോതിടുന്നതാവാം. ഗാനം സംഗീതം നൽകിയത് സുബ്ബയ്യ നായിഡു എന്ന് പറയുന്ന ഒരു സംഗീത സംവിധായകനാണ്. വീരന് ശേഷം അദ്ദേഹം ശബരിമല ശ്രീയ്യപ്പൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി കൂടി സംഗീതം നൽകിയിട്ടുണ്ട്. അങ്ങനെ 2 സിനിമക്കാണ് അദ്ദേഹം സംഗീതം നൽകിയത്. മറ്റൊരു സംഗീത സംവിധായകൻ TR പാപ്പയാണ്. ദേവസുന്ദരി, ആത്മശാന്തി എന്ന് പറയുന്ന 2 സിനിമകൾക്ക് അദ്ദേഹം സംഗീതം നൽകി. ശോഭരാജ്, വേനൽക്കിനാവുകൾ എന്നീ സിനിമകൾക്ക് സംഗീതം നൽകിയ L വൈദ്യനാഥനും മലയാള സിനിമയ്ക്ക് തമിഴിൽ നിന്നും കിട്ടിയ ഒരു സംഗീത പ്രതിഭ തന്നെയാണ്. ഇനി നമ്മൾ അല്പം പ്രയാസത്തോട് കൂടിയിട്ട് ഓർമ്മിക്കേണ്ട ഒരു പേരാണ്. ഒരു പേരല്ല, 2 പേരുകൾ. പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ പീറ്റർ രൂപൻ എന്നൊക്കെ പറഞ്ഞു, ശങ്കർ ജയകിഷൻ എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മളുടെ തെന്നിന്ത്യയിൽ, ദക്ഷിണേന്ത്യയിൽ ഒരു ജോഡി ഉണ്ടായിരുന്നു സംഗീത രംഗത്ത്. ശങ്കർ ഗണേഷ്. ഒരു 15 വർഷക്കാലം തെന്നിന്ത്യൻ സംഗീത ലോകത്ത്, തെന്നിന്ത്യൻ സിനിമയിൽ, സംഗീത രംഗത്ത് നിറഞ്ഞു നിന്നിരുന്നു. ഇവരാദ്യം വന്നത് MS വിശ്വനാഥൻ്റെ സഹായികളായിട്ടാണ്. രാമമൂർത്തി പോയതിനു ശേഷം MS വിശ്വനാഥിന് ഒരു സഹായികളായിട്ടാണ് ഇവർ വന്നത്. ആ MS വിശ്വനാഥിൻ്റെ ടീമിലെ മുഖ്യ സഹായികളായിരുന്നു ശങ്കർ ഗണേഷ്. ഇവർ തെന്നിന്ത്യയിൽ ധാരാളം സിനിമയ്ക്ക് സംഗീതം നൽകിയിട്ടുണ്ട്. മലയാളത്തിലും ഇവരുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ചക്രവാകം, അയലത്തെ സുന്ദരി, പെണ്ണുരുമ്പെട്ടാൽ, ചിരിക്കുടുക്ക എന്നീ സിനിമകളിലൊക്കെ ഇവർ സംഗീതം നൽകിയതാണ്. അതിൽ ചക്രവാകത്തിൽ ഒരുപാട് ഹിറ്റ് ഗാനങ്ങളുണ്ട്. വയലാറിൻ്റെ ഗഗനമേ ഗഗനമേ എന്ന് പറഞ്ഞുള്ള ഗാനം, പമ്പാ നദിയിലെ മുത്തിന് പോവും പവിഴമലക്കാര വലക്കാര, ഗഗനമേ ഗഗനമേ ഗഗന ഗഗനമാം ഏകാന്തതേ, ഗഗനമേ ഗഗനമേ ഗഗന ഗഗനമാം ഏകാന്തതേ, ഏകാന്തതയിലെ പേരറിയാത്തൊരു മൂകനക്ഷത്രമേ തേടി, ഭൂമിക്കു നിന്നെ കണ്ടിട്ടു പേടി പേടി പേടി, ഗഗനമേ ഗഗനമേ ഗഗന ഗഗനമാം ഏകാന്തതേ. അതുകൂടാതെ അയലത്തെ സുന്ദരിയിൽ എല്ലാവരും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ഹിറ്റ് ഗാനമുണ്ട്. ലക്ഷാർച്ചന കണ്ടു മടങ്ങുമ്പോൾ ലജ്ജയിൽ മുങ്ങിയ മുഖം കണ്ടു. അത് മലയാളത്തിൽ ശങ്കർ ഗണേശിൻ്റെ ഏറ്റവും ജനപ്രീതി നേടിയ ഗാനമാണ്. ലക്ഷാർച്ചന കണ്ടു മടങ്ങുമ്പോളൊരു ലജ്ജയിൽ മുങ്ങിയ മുഖം കണ്ടു. ലക്ഷാർച്ചന കണ്ടു മടങ്ങുമ്പോളൊരു ലജ്ജയിൽ മുങ്ങിയ മുഖം കണ്ടു. മല്ലികാർജുന ക്ഷേത്രത്തിൽ വെച്ചവൾ, മല്ലികാർജുന
ക്ഷേത്രത്തിൽ വെച്ചവൾ മല്ലീശ്വരൻ്റെ പൂവമ്പു കൊണ്ടു, മല്ലീശ്വരൻ്റെ പൂവമ്പു കൊണ്ടു, ലക്ഷാർച്ചന കണ്ടു മടങ്ങുമ്പോളൊരു ലജ്ജയിൽ മുങ്ങിയ മുഖം കണ്ടു. സംഗീതം 15 വർഷം മാത്രമേ നിന്നുള്ളൂ എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിന് പ്രധാന കാരണം 1900 നവംബർ 17 ഒരു ടൈപ്പ് റെക്കോർഡർ ബോംബിൽ ഈ ഗണേഷ് എന്ന് പറയുന്ന ആളുടെ കണ്ണും കൈയൊക്കെ നഷ്ടപ്പെട്ടു. അതിനുശേഷമാണ് അവർ സംഗീത രംഗത്ത് നിന്ന് പതുക്കെ വിരമിച്ചത്. അവരും മലയാള സിനിമക്ക് അവരുടേതായ സംഭാവനകൾ നൽകിയ കലാകാരന്മാരാണ്. പൊതുവെ പാലാട്ടുകോമൻ എന്ന് പറയുന്ന സിനിമയിലെ ഗാനങ്ങളെല്ലാം സംഗീതം നൽകിയത് ബാബുരാജ് ആണെന്നാണ് പൊതുവെ ധരിച്ചിരിക്കുന്നത്. എന്നാൽ അതിലെ ഒരു പാട്ട് സംഗീതം നൽകിയിരിക്കുന്നത് ബാബുരാജല്ല. ആ പാട്ട് ആനക്കാര ആനക്കാര എന്ന് പറയുന്ന യുഗ്മഗാനം എം രാജയും ജിക്കിയും പാടിയതാണെന്ന് എൻ്റെ ഓർമ്മ. അത് സംഗീതം നൽകിയത് ജി രാമനാഥയ്യർ എന്ന് പറയുന്ന ഒരു തമിഴ്നാട്ടുകാരനാണ്. അങ്ങനെ തമിഴ് സിനിമയിലെ സംഗീത സംവിധായകരുടെ നിര മലയാളത്തിലേക്ക് വന്നുള്ള നിര ഇനിയും നീണ്ടു പോവുകയാണ്. ആ കൂട്ടത്തിൽ നമുക്ക് പറയാനും അഭിമാനിക്കാനുള്ള മറ്റൊരു പേരാണ് AR റഹ്മാൻ്റെ യോദ്ധ എന്ന് പറയുന്ന സിനിമയിൽ സംഗീതം നൽകിയ അദ്ദേഹം അത്ര വലിയ സംഭാവനകൾ മലയാള സിനിമയ്ക്ക് നൽകിയില്ലെങ്കിലും മലയാളികൾക്ക് എന്നും അഭിമാനമായിട്ടുള്ള ഒരു പേര് തന്നെയാണ് AR റഹ്മാൻ്റെ. ില്ല തമിഴ് സിനിമ നമുക്ക് നൽകിയ സംഗീത പ്രതിഭകളുടെ സംഭാവനകൾ. നമുക്ക് തൽക്കാലം ഇവിടെ നിർത്തി നമ്മുടെ MS വിശ്വനാഥനിലേക്ക് കടക്കാം. MS വിശ്വനാഥൻ ജനിക്കുന്നത് 1928 ജൂൺ 24 അദ്ദേഹം മരിക്കുന്നത് 2015 ജൂലൈ 14 തെന്നിന്ത്യയിലെ പ്രഗത്ഭനായ ഒരു സംഗീത സംവിധായകനാണ് MS വിശ്വനാഥൻ. ദക്ഷിണേന്ത്യൻ ഭാഷകളിലായി 1000-ലേറെ ഗാനങ്ങൾ അദ്ദേഹം സംഗീതം നൽകിയിട്ടുണ്ട്. ആദ്യകാല ഗാനങ്ങളിൽ അദ്ദേഹത്തിന് സഹായം ഉണ്ടായിരുന്നു രാമമൂർത്തി. അതിനുശേഷം 1965 ആ കൂട്ടുകെട്ട് പിരിയുകയുണ്ടായി. MS വിശ്വനാഥൻ ദക്ഷിണേന്ത്യൻ സിനിമാ സംഗീത രംഗത്ത് അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യം കണക്കിലെടുത്ത് ദക്ഷിണേന്ത്യൻ ഭാഷയിലുള്ള എല്ലാവരും, പ്രത്യേകിച്ച് തമിഴ് ജനത, തമിഴിലെ സംഗീത പ്രതിഭകൾ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് മന്നൻ, അതായത് ലളിതഗാനങ്ങളുടെ ചക്രവർത്തി എന്നതായിരുന്നു. അത് അക്ഷരാർത്ഥത്തിൽ ശരിയുമാണ്. കാരണം അദ്ദേഹം സംഗീതം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ജീവവായു പോലെയാണ്. ഒരു പാട്ട് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിന് അദ്ദേഹം ചോദിക്കും, ഇത് ആരാണ് ഇതിൽ അഭിനയിക്കുന്നത്, ഇതിൻ്റെ കഥ എന്താണ്, ഇതിൻ്റെ ആശയം എന്താണ്, ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഒരു ഇരിപ്പാണ്. ആ കാലഘട്ടത്തിൽ MS വിശ്വനാഥൻ തമിഴ് സിനിമയിലേക്ക് വരുന്ന ആ കാലഘട്ടത്തിൽ മുടിചൂടാമന്നന്മാരായ 3 നായകന്മാരാണ് MG രാമചന്ദ്രൻ, ശിവാജി ഗണേശൻ, അതുപോലെ ജമിനി ഗണേശൻ. ഈ MG രാമചന്ദ്രനും ശിവാജി ഗണേശനും പാടുന്ന ഗാനങ്ങൾ അവർ പാടുന്നതാണെന്ന് തോന്നത്തക്ക രീതിയിലാണ് അദ്ദേഹം ഈണം നൽകുക. അതിന് അദ്ദേഹത്തെ വളരെയേറെ സഹായിക്കുന്നത് അന്ന് പോപ്പുലറായിരുന്ന ഗായകൻ TM സൗന്ദരരാജനാണ്. ഗായകൻ എന്നുള്ള നിലക്കും അദ്ദേഹം വളരെയധികം ശ്രദ്ധേയനാണ്. നമ്മളെ മലയാളത്തിൽ തന്നെ 10 ഗാനങ്ങളോളം അദ്ദേഹം ആലപിച്ചിട്ടുണ്ട്. ഏതാണ്ട് 300 ഗാനങ്ങളോളം MS വിശ്വനാഥൻ ആലപിച്ചിട്ടുണ്ട്. അതിലെല്ലാം ഉപരി അദ്ദേഹം ഏതാനും സിനിമകളിൽ അഭിനയിച്ചിട്ടുമുണ്ട്. ഒരു നല്ല നടൻ എന്നുള്ളൊരു ഖ്യാതിയോട് കൂടിയിട്ട് തന്നെ ക്യാരക്ടർ വെറൊരു ഗായകൻ എന്ന നിലക്കോ സംഗീത സംവിധായകൻ എന്ന നിലക്കോ അല്ല, ഒരു കഥാപാത്രത്തെ ആവിഷ്കരിക്കുന്ന ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് തന്നെ അദ്ദേഹം ധാരാളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. 1952 പണം എന്ന തമിഴ് സിനിമയിൽ സംഗീത സംവിധായകനായിക്കൊണ്ടാണ് MS വിശ്വനാഥൻ സിനിമാ രംഗത്തേക്ക് കടക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ രാമമൂർത്തിയുമായുള്ള കൂട്ടുകെട്ടിലാണ് അതിന് സംഗീതം നൽകുന്നത്. ആ കൂട്ടുകെട്ട് 1965 വരെ തുടർന്നു.
1965 അത് ആ കൂട്ടുകെട്ട് ഇല്ലാതാവുന്നത്. പിന്നീട് അദ്ദേഹം ഒറ്റയ്ക്ക് തന്നെയാണ് MS വിശ്വനാഥൻ സംഗീതം നൽകിയിരുന്നത്. സിനിമ MG രാമചന്ദ്രൻ നായകനായി അഭിനയിച്ച ജനോവയാണ്. ആ സിനിമയ്ക്ക് ശേഷം ആ സിനിമ കൊണ്ട് ഒരു സംഗീത സംവിധായകൻ എന്ന നിലയ്ക്ക് MS വിശ്വനാഥിന് മലയാളത്തിൽ വലിയൊരു പ്രാധാന്യമൊന്നും കിട്ടിയിട്ടില്ല. അതിനുശേഷം അദ്ദേഹം 1950 ജനോവ ഇറങ്ങുന്നത് 1953 അതിനുശേഷം 4 കൊല്ലത്തിന് ശേഷം 1957 ലില്ലി എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് അദ്ദേഹം സംഗീതം നൽകി. അതും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയൊരു കാര്യമായ ഗുണങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. പക്ഷേ 1971 ഇറങ്ങിയ ലങ്കാദഹനം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമായിരുന്നു. അതിലെ എല്ലാ ഗാനങ്ങളും ഹിറ്റായി. അതിനുശേഷം MS വിശ്വനാഥിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ബോഡി, ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ, പണിമുടക്ക്, പണിതീരാത്ത വീട്, കന്യാകുമാരി തുടങ്ങി നിരവധി സിനിമകളിൽ MS വിശ്വനാഥൻ്റെ കലാവൈഭവം മലയാളി അനുഭവിച്ചറിഞ്ഞു. MS വിശ്വനാഥിൻ്റെ മനുഷ്യസ്നേഹിയായ MS വിശ്വനാഥിനെ കുറിച്ച് പറയാതെ MS വിശ്വനാഥൻ്റെ പറ്റിയുള്ള ഒരു കൊച്ചു വർത്തമാനവും പൂർണ്ണമാവില്ല. അതിന് ഏറ്റവും ഉദാഹരണമായിട്ടുള്ള ഒരു സംഗതി ഞാൻ പറഞ്ഞല്ലോ, ലങ്കാദഹനം എന്ന് പറയുന്ന സിനിമയുടെ റെക്കോർഡിങ്ങിൻ്റെ സമയത്താണെന്ന് തോന്നുന്നു, മലയാളത്തിലെ പ്രഗത്ഭനായ ഒരു ഗായകൻ അദ്ദേഹം MS വിശ്വനാഥിൻ്റെ ട്രൂപ്പിലുള്ള തബലിസ്റ്റ് ഒന്ന് ചിരിച്ചപ്പോൾ ആ ഗായകൻ തെറ്റിദ്ധരിച്ചു. അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ടാണ് ചിരിക്കുന്നത്. അങ്ങനെ ആ ഗായകൻ പറഞ്ഞു, ഈ തബലിസ്റ്റിനെ മാറ്റിയാൽ മാത്രമേ ഞാൻ പാടുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ഷൂട്ടിംഗ് കഴിഞ്ഞ് അദ്ദേഹം പോകുമ്പോൾ ആണ് ഈ ഗായകൻ MS വിശ്വനാഥനോട് പറയുന്നത്, ഇനിയുള്ള ഞാൻ നിങ്ങളെ എതിർക്കണം, അയാൾ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് മന്ത്രകോടി എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി MS വിശ്വനാഥൻ സംഗീതം നൽകുന്നത്. അപ്പോൾ ആ സിനിമയിൽ ഈ തബലിസ്റ്റിനെ MS വിശ്വനാഥൻ ഒഴിവാക്കാൻ കഴിയില്ല. കാരണം തൻ്റെ ആദ്യകാലം മുതലേ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു തബലിസ്റ്റാണ്. അത് കാരണം ആ ഗായകൻ പ്രഗത്ഭനായ ഗായകനാണ്, തമിഴിലും മലയാളത്തിലൊക്കെ പ്രശസ്തനായ ഗായകനാണ്. ആ ഗായകൻ പാടാതെ പോയി. അതിന് പകരം മറ്റൊരു ഗായകനെ വെച്ച് അദ്ദേഹം റെക്കോർഡ് ചെയ്തു. അതിലെ ഗാനങ്ങളെല്ലാം ഹിറ്റായിരുന്നു. പിന്നീട് അതേ ഗായകനെ വെച്ച് തന്നെയാണ് പണിതീരാത്ത വീട് എന്ന് പറയുന്ന സിനിമക്കും അതേ. പണിതീരാത്ത വീടിൽ ഈ പറഞ്ഞ പ്രഗത്ഭനായ ഗായകനെ വേണമെന്ന് അതിൻ്റെ സംവിധായകനായ കെ എസ് സേതുമാധവൻ ഒരുപാട് നിർബന്ധിച്ചെങ്കിലും MS വിശ്വനാഥൻ തബലിസ്റ്റിനെ ഒഴിവാക്കിക്കൊണ്ട് ഈ ഗായകനെ എനിക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് തീർത്തു പറഞ്ഞു. അതിനുശേഷം കുറേ കാലത്തിന് അതിൻ്റെ അടുത്ത സിനിമയാകുമ്പോഴേക്കും മറ്റേ ഗായകൻ്റെ സംഗതി മനസ്സിലായി. MS വിശ്വനാഥനോട് ക്ഷമാപണം ചെയ്ത് പറഞ്ഞ് അദ്ദേഹം MS വിശ്വനാഥനോട് സഹകരിക്കുവാൻ തയ്യാറായി. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും വലിയതെന്ന് വെച്ചാൽ മലയാളത്തിൽ പട്ടം സദൻ എന്ന് പറയുന്നൊരു നടനുണ്ടായിരുന്നു. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് സിനിമയിൽ അഭിനയിക്കുകയും പാടുകയൊക്കെ ചെയ്തിട്ടും ജീവിക്കാനുള്ള ഒരു കടം മാത്രം ബാക്കിയായി അദ്ദേഹം കഷ്ടപ്പെടുന്ന സമയത്ത് പട്ടം സദനോട് MS വിശ്വനാഥൻ പറഞ്ഞു, താൻ എൻ്റെ ഗ്രൂപ്പിൽ ചേർന്നോളൂ. അങ്ങനെ അദ്ദേഹത്തെ ഒരു ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കാനൊന്നും അധികം പട്ടം സദന അറിയില്ലെങ്കിലും പറ്റുന്ന മാതിരി അവിടെ നിർത്തി. മാത്രമല്ല ചില ഇൻസ്ട്രുമെൻസിൻ്റെ ശബ്ദങ്ങൾ തൻ്റെ ഗാന റെക്കോർഡിങ്ങിൽ പട്ടസദനെ കൊണ്ട് നാവ് കൊണ്ടൊക്കെ ഉണ്ടാക്കിച്ചിട്ട് സദനൊരു ജീവിത മാർഗം MS വിശ്വനാഥൻ നൽകി. അത്രക്ക് മനുഷ്യസ്നേഹിയായ ഒരു മനുഷ്യനായിരുന്നു MS വിശ്വനാഥൻ. തൻ്റെ സുഹൃത്തുക്കളോടൊക്കെ എന്നും മാന്യമായി പെരുമാറുന്ന ഇദ്ദേഹം മരിക്കുന്നത് തൻ്റെ 87ാമത്തെ വയസ്സിലാണ്. മലയാളത്തിലെ സംഗീത സംവിധായകർക്കൊപ്പം ദേവരാജൻ, കൃഷ്ണമൂർത്തി മുതലായ സംഗീത സംവിധായകർക്കൊപ്പം MS വിശ്വനാഥനെയും മനസ്സിൽ കരുതി ഇന്നും ജീവിക്കുന്നു. സാരി പകരി പകരി നീ നമുക്കിന്ന് തുടക്കം ഹംസധ്വനിയിലായാലോ? ഹംസധ്വനി, ഏതിൻ്റെയും തുടക്കം നമ്മൾ ഹംസധ്വനിയാണ് നല്ലത്. ഇന്ന് നമ്മളിവിടെ അനുസ്മരിക്കുന്നത്
നമ്മുടെ MS വിശ്വനാഥൻ എന്ന MSV സാറിനെ. അദ്ദേഹത്തെ തമിഴിൽ പറയുന്നത് മെല്ലിസൈ മന്നൻ എന്നാണ്. മെല്ലിസൈ മന്നൻ എന്ന് പറഞ്ഞാൽ മെലഡികളുടെ മന്നൻ, മെലഡികളുടെ രാജാവ് തന്നെയാണ് അദ്ദേഹം. എങ്കിൽ ആ MS വിശ്വനാഥൻ്റെ നമ്മുടെ ഇന്നത്തെ പരിപാടി ആരംഭിക്കുമ്പോൾ തുടക്കം നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ഹംസധ്വനി രാഗമാകട്ടെ. അദ്ദേഹം ഹംസധ്വനിയിൽ ചിട്ടപ്പെടുത്തിയ ഒരു ഗാനത്തോടുകൂടി നമുക്ക് തുടങ്ങാം. സരിഗ പനി സനി പഗരി പുഷ്പാഭരണം വസന്തദേവന്റെ തിരുവാഭരണം. അദ്ദേഹം നമുക്ക് നൽകിയ ആ ഗാനങ്ങൾ അത് പുഷ്പാഭരണം മാത്രമല്ല, തിരുവാഭരണം കൂടിയാണ്. നമുക്ക് മലയാളത്തിൽ സമ്മാനിച്ച തിരുവാഭരണങ്ങളാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ ഗാനങ്ങളും. അടുത്തതായിട്ട് നമുക്ക് നോക്കാം. കേൾക്കുമ്പോൾ ഒരു ആഭേരി ടച്ചൊക്കെയാണ് തോന്നുന്നു. പക്ഷേ അദ്ദേഹത്തിന് MSV സാറിന് എല്ലാം ഒരു പ്രത്യേക ഭാവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം ചെയ്യാറുള്ളത്. ആ പാട്ട് ഏതാണെന്ന് വെച്ചാൽ കണ്ണുനീർ തുള്ളിയെ സ്ത്രീയോടുപമിച്ച കാവ്യഭാവനേ അഭിനന്ദനം നിനക്കഭിനന്ദനം അഭിനന്ദനം അഭിനന്ദനം അഭിനന്ദനം. നമ്മൾ രാഗം തിരഞ്ഞു നോക്കി പോവുകയാണെങ്കിൽ അതൊരു ആഭേരി ടച്ച് ഉണ്ട്. പക്ഷേ MSV സാറിനെ സംബന്ധിച്ചിടത്തോളം രാഗത്തിലെ സ്വരങ്ങളെക്കാൾ കൂടുതൽ അദ്ദേഹം അതിലെ വരികളിലെ ഭാവത്തിനാണ് അദ്ദേഹം പ്രാധാന്യം നൽകുന്നത്. അടുത്തത് പമഗരി നിരിസ ഗമധ നിരിസ പമഗരി നിരിസ. ഇത് നമുക്കറിയാം കല്യാണി രാഗമാണ്. ആ രാഗത്തിൽ അദ്ദേഹം കമ്പോസ് ചെയ്ത ഒരു ഗാനമുണ്ട്. ആ നിമിഷത്തിൻ്റെ നിർവൃതിയിൽ ഞാനൊരാവണി തെന്നലായി മാറി. ആ ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ സംഗീതം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഒരു രാഗത്തെ എങ്ങനെ വിവിധ ഭാവങ്ങളിൽ ക്രിയേറ്റ് ചെയ്യാം. അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സംഗീതമല്ല, അദ്ദേഹത്തിൻ്റെ ഭാവത്തിനനുസരിച്ചുള്ള ഗാനങ്ങളെ ഈണങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാ മനസ്സിലാവും. ഉദാഹരണം പറഞ്ഞാൽ സഗരി സരി സഗമപധ ആ സിന്ധുഭൈരവിയാണ്. സിന്ധുഭൈരവിയിൽ രണ്ട് ഭാവതലങ്ങൾ അദ്ദേഹം പ്രസന്റ് ചെയ്യുന്നത് നമുക്കറിയാം. നോക്കാം. സ്വർണ്ണഗോപുര നർത്തകീ ശില്പം കണ്ണിന് സായുജ്യമെന്തൂരം ഏതൊരു കോവിലും ദേവതയാക്കും ഏതു പൂജാരിയും പൂജിക്കും നിന്നെ
ഏതു പൂജാരിയും പൂജിക്കും. ഇതേ സാധനം തന്നെ അദ്ദേഹം വേറൊരു മൂടിൽ നിട്ട് നോക്കൂ. ഏതു പന്തൽ കണ്ടാലും അത് കല്യാണ പന്തൽ, ഏതു മേളം കേട്ടാലും അത് നാദസ്വരമേളം. ഏതു പന്തൽ, അങ്ങനെ ഒരേ രാഗത്തിന്റെ തന്നെ രണ്ട് ഭാവങ്ങൾ കാണിച്ചു തരുന്ന അത് ഈ മെജീഷ്യൻ, ഈ മ്യൂസിക്കൽ മെജീഷ്യൻ തന്നെ കഴിയുള്ളൂ. MSV എന്ന് പറയുന്നത് നമ്മുടെ വിശ്വനാഥ് സാറിന് തന്നെ കഴിയുള്ളൂ. സാനി പമഗ ഗമ പമഗ ഗമ പനി സനി പമഗ പഗ ഗരീനി ഇത് കാപ്പിരാഗത്തിൻ്റെതായ ഒരു ആലാപന രീതിയാണ്. അതിൽ അദ്ദേഹം ചെയ്തിരുന്ന നല്ലൊരു വർക്കുണ്ട്. രാജീവനയനേ നീ ഉറങ്ങൂ, രാഗവിലോലേ നീ ഉറങ്ങൂ, ആയിരം ചുംബന രതിസുമങ്ങൾ ആധരത്തിൽ ചാർത്തി നീ ഉറങ്ങൂ. ഇനിയാണ് നമ്മുടെ MSV സാറിൻ്റെ ഒരു സിഗ്നേച്ചർ വരുന്നത്. ആധരത്തിൽ ചാർത്തി നീ ഉറങ്ങൂ. ഇത്തരം കൈക്രിയകൾ MSV സാറിൻ്റെതായ മാത്രം സ്വന്തമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഇത് രാഗം ചാരുകേശിയാണ്. പക്ഷെ ചാരുകേശയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഭാവം ഒന്നും കാണാനില്ല. ഈ ശോകഭാവം മാറി അദ്ദേഹം അത് കൊണ്ടുപോയിട്ടിട്ടുള്ളത് ഒരു നൃത്ത രംഗത്തിലേക്കാണ്. അതിൽ അദ്ദേഹം ചാരുകേശയിൽ സെറ്റ് ചെയ്ത് ഒരു ഗാനം കാണും. ചഞ്ചലിത ചഞ്ചലിത ചലിത ചലിത പാദം ചന്ദ്രചൂടപാദം പ്രണാമം പ്രണാമം. നമ്മൾ പ്രണമിച്ചു. അതാണ് അദ്ദേഹത്തിൻ്റെ കമ്പോസിഷൻസ്. അടുത്ത ഒരു പാട്ട് നമുക്ക് ഈശ്വരനൊരിക്കൽ വിരുന്നിനു പോയി രാജകൊട്ടാരത്തിൽ വിളിക്കാതെ. ഇത് ഒരു ശോകരാഗമാണ്. നമ്മൾ കണക്കൂട്ടുന്ന സരിഗപദ സാധപഗ ശിവരഞ്ജിനി എന്ന് പറയുന്ന രാഗത്തിൽ അദ്ദേഹം കമ്പോസ് ചെയ്ത സാധനമാണ്. ഈശ്വരനൊരിക്കൽ വിരുന്നിനു പോയി രാജകൊട്ടാരത്തിൽ വിളിക്കാതെ. അവിടെ ആ കൈക്കറി ഉണ്ട് കേട്ടോ. എന്നിട്ടോ ഈ മൈനർ രാഗമായ ഈ സാധനത്തെ കൊണ്ടുപോയിട്ട് അനുപല്ലവിയിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, മേജറാക്കിയിട്ടുണ്ട്. അലങ്കാര ദീപങ്ങൾ ആർത്തു ചിരിച്ചു. ഉടനെ എന്നെ മൈനറിലേക്ക് വന്നു. അന്ത
പുറമാകെ കോരിത്തരിച്ചു കോരിത്തരിച്ചു. ഇത്തരം ക്രിയകൾ നമ്മുടെ MSV സാറിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇനി അദ്ദേഹം നല്ല നല്ല പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. ഏറ്റുമാനൂരമ്പലത്തിൽ എഴുന്നള്ളത്ത് കാത്തിരുന്ന പൂവമ്പൻ്റെ പള്ളി നീരാട്ട്. ശുദ്ധ കർണാടക സംഗീതത്തിലുള്ള കാമ്പോജി രാഗം. ഇനി ഞാൻ ഒരു പണി ചെയ്യുന്നുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. എന്ന് പറഞ്ഞാൽ ഇത് സംഗീത വിദ്യാർത്ഥികൾക്കും പാടുന്നവർക്കുമുള്ള വേണ്ടിയിട്ടുള്ള കാര്യമാണ്. നമ്മളിപ്പോൾ അങ്ങനെ നമ്മൾ ശ്രുതി ഇടുമ്പോൾ സാ പാ സ ആണ് വരിക. പക്ഷെ എല്ലാ രാഗങ്ങളും സാ പാ സ അല്ല. അതായത് വാദി സംവാദി എന്ന് പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട നോട്ട്സ് സ്വരങ്ങൾ എല്ലാം സാ പാ സ അല്ല, ചിലത് സാ മാ ആയിരിക്കും. ഞാൻ അതാണ് ഈ സാ മായിലേക്കാണ് മാറ്റിയത്. അങ്ങനെ കുറച്ച് രാഗങ്ങൾ ഉദാഹരണം പറഞ്ഞാൽ ഹിന്ദോളം, സമാ, ആഹിർ ഭൈരവി, പഹാടി, ഭാഗ്യശ്രീ, ഇദ്ദേഹത്തിൻ്റെ അഷ്ടപതിയിലെ ഗായികേ ഇഷ്ടഗായികേ അംബുജാക്ഷനെ സ്നേഹിച്ചതിനാൽ അനശ്വരയായി നീ, അനശ്വരയായി നീ. അങ്ങനെ ചില കാലങ്ങൾ സായാണെങ്കിലും എൻ്റെ മധ്യമ ശ്രുതി എടുത്തിട്ടാണ് നമ്മൾ പാടാറുള്ളത്. അപ്പോൾ അത് ഈ അഷ്ടപതിയിലെ ഗായികയെ അദ്ദേഹം ചെയ്തിട്ടുള്ളത് ഭാഗ്യശ്രീ രാഗത്തിലാണ്. ഈ മെല്ലിസൈ മന്നൻ്റെ കുറെ തമിഴ് ഗാനങ്ങൾ, ഈ തത്വചിന്താപരമായ ഗാനങ്ങൾ അദ്ദേഹം ധാരാളം ചെയ്തിട്ടുണ്ട്. 50ലധികം ഗാനങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ 1-2 ഗാനങ്ങൾ നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? പോനാൽ പോകട്ടും പോടാ, இந்த பூமியில் நிலையாய் வாழ்ந்தவன் யாரடா, போனால் போகட்டும் போடா. வீடு வரை உறவு, வீதி வரை மனைவி, காடு வரை பிள்ளை, கடைசி வரை யாரோ, കടസി വരയാരും. പിന്നൊന്ന് നമുക്കൊക്കെ പരിചയമുള്ള പാട്ടാണ്. ദൈവം തന്ന വീട് വീതി എനിക്ക്, இந்த ஊரென்ன செந்த வீடென்ன ஞான பெண்ணே, வாழ்வின் பொருள் என்ன, நீ வந்த கதை என்ன. അടുത്ത അദ്ദേഹത്തിൻ്റെ ഒരു തമിഴ് ഗാനം, വളരെ പ്രശസ്തമായ ഗാനമാണ്. അത് പറയാൻ കാരണം സനി സഗ സനി പഗ സനി പനി സ സഗ പനി സ സനി പഗ സ, അങ്ങനെ സഗ പനി സ 4 സ്വരങ്ങൾ മാത്രം എടുത്തുകൊണ്ടുള്ള ഒരു രാഗം. ആ രാഗത്തിൻ്റെ പേര് മഹതി എന്നാണ്. ഈ രാഗത്തിൽ ഒരു ദൈവത്തിൻ്റെ ടച്ച് വല്ലയിടത്തും വരുന്നുണ്ടെങ്കിൽ MSV സാറെ സംബന്ധിച്ചിടത്തോളം അതൊരു ഓർണമെൻറ്റേഷൻ മാത്രമാണ്. ഈ രാഗം മഹതിയായിട്ടാണ് എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുള്ളത്.
ഇനി ആ ധൈവതം ചേർത്തുകൊണ്ട് വലജി എന്ന കലാപതിയോ ആക്കുകയും ആക്കാം. നമുക്ക് പരസ്പരം ചർച്ച ചെയ്യാവുന്ന കാര്യമാണല്ലോ. അപ്പം അതുകൊണ്ട് എൻ്റെ ധാരണ പ്രകാരം മഹതി എന്നൊരു രാഗമുണ്ട്. ആ രാഗത്തിലാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അതിശയരാഗം, ആനന്ദരാഗം, അഴകിയ രാഗം, അപൂർവ രാഗം. അങ്ങനെ അപൂർവങ്ങളിൽ അപൂർവങ്ങളായ രാഗങ്ങളും ഗാനങ്ങളും തമിഴിനും മലയാളത്തിനും സമ്മാനിച്ച ഈ MSV സാറിനെ ഈ ഗാനലോക വീഥികളിലൂടെ നമുക്കൊന്ന് സ്മരിക്കാം. നന്ദി. പണിതീരാത്ത വീട് എന്ന സിനിമയ്ക്ക് വേണ്ടി വയലാർ എഴുതി MS വിശ്വനാഥൻ ഈണമിട്ട ഒരു ഗാനം ആലപിച്ചത് ജയചന്ദ്രൻ. സുപ്രഭാതം പറഞ്ഞുകൊണ്ടാണ് ഈ പാട്ട് ആരംഭിക്കുന്നത്. ഊട്ടിയുടെ പ്രകൃതി സുന്ദരമായ ദൃശ്യങ്ങളോടാണ് കഥാപാത്രം സുപ്രഭാതം പറയുന്നത്. ഈ പാട്ടിൻ്റെ പല്ലവി ഷാജി പാടുന്നു. നമുക്ക് കേൾക്കാം. സുപ്രഭാതം 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 നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ ജ്യോതിർമയിയാം ഉഷസ്സിന് വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ സുപ്രഭാതം സുപ്രഭാതം സുപ്രഭാതം. പാട്ടിൻ്റെ അനുപല്ലവി ആരംഭിക്കുന്നത് അഞ്ജനക്കല്ലുകൾ മിനുക്കിയെടുക്കി അഖിലാണ്ട മണ്ഡലശില്പി പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണിതീരാത്തൊരു പ്രപഞ്ച മന്ദിരമേ എന്ന് സംബോധന ചെയ്തുകൊണ്ടാണ്. ആ വരികളും ഷാജിയുടെ ശബ്ദത്തിൽ തന്നെ നമുക്ക് കേൾക്കാം. അഞ്ജനക്കല്ലുകൾ മീനുക്കിയടുക്കി അഖിലാണ്ട മണ്ഡല ശില്പി അഞ്ജനക്കല്ലുകൾ മീനുക്കിയടുക്കി അഖിലാണ്ട മണ്ഡല ശില്പി പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണി തീരാത്തൊരു പ്രപഞ്ചമന്ദിരമേ മന്ദിരമേ നിന്റെ നാലു കെട്ടിൻ്റെ പടിപ്പുരമുറ്റത്ത് ഞാനെൻ്റെ മുറി കൂടി പണിയിച്ചോട്ടെ. ആഹാ ഓഹോ ആഹാ നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ. പാട്ടിൻ്റെ ചരണത്തിൽ 1000 താമരത്തളിരുകൾ വിടർത്തി അരയന്നങ്ങളെ വളർത്തി വസന്തവും ശിശിരവും കുളിക്കാനിറങ്ങുന്ന വന സരോവരത്തിനോട് നിന്റെ നീലവാർമുടിക്കെട്ടിൻ്റെ അറ്റത്ത് ഞാൻ എൻ്റെ പൂ കൂടി ചൂടിച്ചോട്ടെ എന്ന് ചോദിച്ചുകൊണ്ടാണ്. 1000 താമരത്തളിരുകൾ വിടർത്തി അരയന്നങ്ങളെ വളർത്തി 1000 താമരത്തളിരുകൾ വിടർത്തി അരയന്നങ്ങളെ വളർത്തി
വസന്തവും ശിശിരവും കുളിക്കാനിറങ്ങുന്ന വനസരോവരമേ സരോവരമേ നിന്റെ നീലവാർമുടി ചുരുളിൻ്റെ അറ്റത്ത് ഞാനെൻ്റെ പൂ കൂടി ചൂടിച്ചോട്ടെ ആഹാഹാ ഓഹോഹോ ആഹാഹാ നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ ജ്യോതിർമയിയാം ഉഷസിന് വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ സുപ്രഭാതം സുപ്രഭാതം സുപ്രഭാതം. അണിയും മണിയും പൊയ്കയിൽ പണ്ടോരൊരയന്നമുണ്ടായിരുന്നു. അണിയും മണിയും പൊയ്കയിൽ പണ്ടോരൊരയന്നം ഉണ്ടായിരുന്നു. അവൾ ഉദയം മുതൽ അസ്തമയം വരെ ഉർവശി ചമയുകയായിരുന്നു. ഉദയം മുതൽ അസ്തമയം വരെ ഉർവശി ചമയുകയായിരുന്നു. അണിയം മണിയം പൊയ്കയിൽ പണ്ടോരയന്നമുണ്ടായിരുന്നു. അല്ലിമലർക്കാവിൽ കൂത്തിനു പോയ നാൾ. അല്ലിമലർക്കാവിൽ കൂത്തിനു പോയ നാൾ. അവളൊരു മയിലിനെ കണ്ടു. നിറമയിൽ പീലികൾ കണ്ടു. ചെറുമണിക്കറ്റുകൾ കണ്ടു. നെറുകയിൽ പൂങ്കൊടി കണ്ടു. അന്നാ മയിലിൻ വർണ്ണ ചിറകുകൾ അവൾ ചെന്നു കടമേടിച്ചു. അവൾ ചെന്നു കടമേടിച്ചു. അണിയും മണിയും പൊയ്കയിൽ പണ്ടോരയന്നമുണ്ടായിരുന്നു. അഗ്നിമുടിക്കുന്നിൽ വിളക്കിനു പോയ നാൾ. അഗ്നിമുടിക്കുന്നിൽ വിളക്കിനു പോയ നാൾ. അവളൊരു മാനിനെ കണ്ടു. കലയുള്ള കൊമ്പുകൾ കണ്ടു. കടമിഴിക്കോണുകൾ കണ്ടു. കതിരിട്ട സ്വപ്നങ്ങൾ കണ്ടു. അന്നാ മാനിൻ നീല കണ്ണുകൾ അവൾ ചെന്നു കടമേടിച്ചു. അവൾ ചെന്ന് കടമേടിച്ചു. അണിയം മണിയം പൊയ്കയിൽ പണ്ടോരയന്നമുണ്ടായിരുന്നു. അന്നനട കാണാൻ ആ വഴി വന്നവർ. അന്നനട കാണാൻ ആ വഴി വന്നവർ. അവളുടെ വികൃതികൾ കണ്ടു. മഴവില്ലിൻ പൂങ്കുട
രറിയെന്നുമുണ്ടായിരുന്നു. അവൾ ഉദയം മുതൽ അസ്തമയം വരെ ഉർവശി ചമയുകയായിരുന്നു. ഉദയം മുതൽ അസ്തമയം വരെ ഉർവശി ചമയുകയായിരുന്നു. അണിയം മണിയം പൊയ്കയിൽ പണ്ടോരലയെന്നും ഉണ്ടായിരുന്നു. ചിരിക്കുമ്പോൾ നീയൊരു സൂര്യകാന്തി, കരയുമ്പോൾ നീയൊരു കതിരാമ്പൽ. ചിരിക്കുമ്പോൾ നീയൊരു സൂര്യകാന്തി, കരയുമ്പോൾ നീയൊരു കതിരാമ്പൽ. ഉറങ്ങുമ്പോൾ എൻ പ്രിയ രാത്രിഗന്ധി, ഉണരുമ്പോഴോ മനവുഷമലരി. ഉറങ്ങുമ്പോൾ എൻ പ്രിയ രാത്രിഗന്ധി, ഉണരുമ്പോഴോ മനവുഷമലരി. ചിരിക്കുമ്പോൾ നീയൊരു സൂര്യകാന്തി, കരയുമ്പോൾ നീയൊരു കതിരാമ്പൽ. പാടുമ്പോൾ നീയൊരു പാലരുവി, പളുങ്കൊളി ചിന്നുന്ന തേനരുവി. പാടുമ്പോൾ നീയൊരു പാലരുവി, പളുങ്കൊളി ചിന്നുന്ന തേനരുവി. പരിഭവം കൊള്ളുമ്പോൾ തേൻകുരുവി, പഴിച്ചൊല്ലി ചിലക്കുന്ന പൂങ്കുരുവി. പഴിച്ചൊല്ലി ചിലക്കുന്ന പൂങ്കുരുവി. ചിരിക്കുമ്പോൾ നീയൊരു സൂര്യകാന്തി, കരയുമ്പോൾ നീയൊരു കതിരാമ്പൽ. ആ ആ ആ ചിന്തയിൽ നീയൊരു നവഹേമന്തം, ശൃംഗാര സോപാന മണിമകുടം. ചിന്തയിൽ നീയൊരു നവഹേമന്തം, ശൃംഗാര സോപാന മണിമകുടം. എൻ മണിയറയിലെ രതിലഹരി, എൻ പ്രേമ വീണയിലെ സ്വരലഹരി. എൻ പ്രേമ വീണയിലെ സ്വരലഹരി. ചിരിക്കുമ്പോൾ നീയൊരു സൂര്യകാന്തി, കരയുമ്പോൾ നീയൊരു കതിരാമ്പൽ. ഉറങ്ങുമ്പോൾ എൻ പ്രിയ രാത്രിഗന്ധി, ഉണരുമ്പോഴോ മനവുഷമലരി. ചിരിക്കുമ്പോൾ നീയൊരു സൂര്യകാന്തി, കരയുമ്പോൾ നീയൊരു കതിരാമ്പൽ. അഷ്ടപദിയിലെ നായികേ, യക്ഷഗായികേ, അംബുജാക്ഷനെ പ്രേമിച്ചതിനാൽ അനശ്വരയായി നീ, അനശ്വരയായി നീ. അഷ്ടപദിയിലെ നായികേ, യക്ഷഗായികേ. മാംസതൽപ്പങ്ങളിൽ പണം വിതിർത്താടും മതമായിരുന്നില്ല നിൻ പ്രണയം. മാംസതൽപ്പങ്ങളിൽ പണം വിതിർത്താടും മതമായിരുന്നില്ല നിൻ പ്രണയം. അന്തരാത്മാവിലെ ഇന്ദ്രിയ ദീപമായി അനുഭൂതിയായിരുന്നു, അനുഭൂതിയായിരുന്നു. രാധികേ ആരാധികേ, നിന്റെ ദിവ്യരാഗമറിയാതെ പാടുന്നു ഞാൻ. രതിസുഖസാരേ ഗതമഭിസാരേ, രതിസുഖസാരേ ഗതമഭിസാരേ. അഷ്ടപദിയിലെ
നായികേ യക്ഷഗായികേ. ആ നിമിഷത്തിൻ്റെ നിർവൃതിയിൽ ഞാനൊരാവണിത്തെന്നലായി മാറി. ആ നിമിഷത്തിൻ്റെ നിർവൃതിയിൽ ഞാനൊരാവണിത്തെന്നലായി മാറി. ആയിരം ഉന്മാദ രാത്രികൾ തൻ ഗന്ധം ആത്മദളത്തിൽ തുളുമ്പി. ആത്മദളത്തിൽ തുളുമ്പി. ആ നിമിഷത്തിൻ്റെ നിർവൃതിയിൽ ഞാനൊരാവണിത്തെന്നലായി മാറി. നീയുറങ്ങുന്ന നിരാലംബശയ്യയിൽ നിർനിദ്രമേ ഞാനൊഴുകി. രാഗപരാഗമുണർത്തുമ തേൻചുണ്ടി പൂവിരൽ നാദം മെഴുകി. അറിയാതെ നീ അറിയാതെ ആ നിമിഷത്തിൻ്റെ നിർവൃതിയിൽ ഞാനൊരാവണിത്തെന്നലായി മാറി. ആ നിമിഷത്തിൻ്റെ നിർവൃതിയിൽ മനം ആരതി തൻ പദമായി. ആ നിമിഷത്തിൻ്റെ നിർവൃതിയിൽ മനം ആരതി തൻ പദമായി. ദാഹിക്കുമെൻ ജീവതന്തുക്കളിൽ നവ്യഭാവമരന്തം വിതുമ്പി. താഴ്വരയിൽ എൻ്റെ പുഷ്പതൽപ്പങ്ങളിൽ താരാട്ടുപാട്ടായൊഴുകി. ആ ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങൾക്കെൻ്റെ താളം പകർന്നു ഞാൻ നൽകി. താളം പകർന്നു ഞാൻ നൽകി. അറിയാതെ നീ അറിയാതെ ആ നിമിഷത്തിൻ്റെ നിർവൃതിയിൽ ഞാനൊരാവണിത്തെന്നലായി മാറി. ആ നിമിഷത്തിൻ്റെ നിർവൃതിയിൽ ഞാനൊരാവണിത്തെന്നലായി മാറി. ആയിരം ഉന്മാദ രാത്രികൾ തൻ ഗന്ധം ആത്മദളത്തിൽ തുളുമ്പി. ആത്മദളത്തിൽ തുളുമ്പി. ആ നിമിഷത്തിൻ്റെ നിർവൃതിയിൽ ഞാനൊരാവണിത്തെന്നലായി മാറി. സ്വർഗമെന്ന കാനനത്തിൽ സ്വർണമുഖി നദിക്കരയിൽ സ്വപ്നമായി വാഴുന്നു ഞാൻ സുഖമറിയാതെ. സുഖമറിയാതെ. സ്വർഗമെന്ന കാനനത്തിൽ സ്വർണമുഖി നദിക്കരയിൽ സ്വപ്നമായി വാഴുന്നു ഞാൻ സുഖമറിയാതെ. സുഖമറിയാതെ. കൽപ്പനതൻ കണ്ണുനീരിൽ സ്മരണതൻ കേക്കതത്തിൽ
കൽപ്പനതൻ കണ്ണുനീരിൽ സ്മരണതൻ ഗദ്ഗതത്തിൽ വ്യർത്ഥമെന്നും പാടുന്നു ഞാൻ ശ്രുതിയറിയാതെ ശ്രുതിയറിയാതെ സ്വർഗമെന്ന കാനനത്തിൽ സ്വർണമുഖി നദിക്കരയിൽ സ്വപ്നമായി വാഴുന്നു ഞാൻ സുഖമറിയാതെ സുഖമറിയാതെ നിത്യരാഗനന്ദനത്തിൽ ചിത്രപുഷ്പശയ്യകളിൽ നിന്നെയോർത്തു കേഴുന്നു ഞാൻ നിദ്രയില്ലാതെ രാത്രികൾ തൻ ശൂന്യതയിൽ പ്രേമപൂജ ചെയ്തിടുന്നു സത്യമായ നിൻ പ്രഭതൻ പൂക്കളില്ലാതെ സ്വർഗമെന്ന കാനനത്തിൽ സ്വർണമുഖി നദിക്കരയിൽ സ്വപ്നമായി വാഴുന്നു ഞാൻ സുഖമറിയാതെ മാറിൽ സെമന്തകരത്നം ചാർത്തി മറക്കുട ചൂടിയ രാത്രി മാതള പന്തലിൽ മാരൻ കാറ്റിന് മലർപടമെഴുതിയ രാത്രി ഇതുവഴി വരുന്നേ മംഗളാതിര രാത്രി ഇളനീർ കുംഭം മലയാളത്തിന് മാനസപ്രിയ പുത്രി അഷ്ടമംഗല്യ പൂപ്പാലികയിൽ വലംപിരി ശംഖുണ്ടോ കയ്യിൽ വലംപിരി ശംഖുണ്ടോ അഷ്ടമംഗല്യ പൂപ്പാലികയിൽ വലംപിരി ശംഖുണ്ടോ കയ്യിൽ വലംപിരി ശംഖുണ്ടോ ആറന്മുളയിലെ വൈരം പതിച്ച വാൽക്കണ്ണാടിയുണ്ടോ കുത്തരിയവിലുണ്ടോ ഇളം പൂവിലെ തളിരുണ്ടോ പുഷ്പിണിമാരുടെ മുടിയിൽ ചാത്താൻ പൂവാക്കുരുന്നിലയുണ്ടോ മാറിൽ സമന്തകരത്നം ചാത്തി മറക്കുട ചൂടിയ രാത്രി മാതള പന്തലിൽ മാരൻ കാറ്റിന് മലപ്പടമെഴുതിയ രാത്രി ഇതുവഴി വരുന്നേ മംഗളാതിര രാത്രി ഇളനീർ കുംഭം മലയാളത്തിന് മാനസപ്രിയ പുത്രി പുഷ്പമന്ദിരം കിലുക്കും കഥകളി പദമുണ്ടോ ചുണ്ടിൽ കഥകളി പദമുണ്ടോ പുഷ്പമന്ദിരം കിലുക്കും കഥകളി പദമുണ്ടോ ചുണ്ടിൽ കഥകളി പദമുണ്ടോ പീലിക്കതിരുകൾ ചുറ്റും തിരുകിയ കേശഭാരമുണ്ടോ രാവണ വിജയമാണോ കഥകീജികവധമാണോ രാധാമാധവ ലീലകളുണ്ടോ സീതാ സ്വയംവരമുണ്ടോ മാറിൽ സമന്തകരത്നം ചാർത്തി മറക്കുട ചൂടിയ രാത്രി മാതള പന്തലിൽ മാരൻ കാറ്റിന് മലർപടമെഴുതിയ രാത്രി ഇതുവഴി വരുന്നേ മംഗളാതിര രാത്രി ഇളനീർ കുംഭം മലയാളത്തിന് മാനസപ്രിയ പുത്രി
പഞ്ചവടിയിലെ മായാസീതയോ പങ്കജമലർ പാണമെയ്തോ ഇന്ദ്രധനുസോ പുരികക്കൊടിയായി ഇന്ദ്രധനുസോ പുരികക്കൊടിയായി ഇന്ദ്രജാലമായി പുഞ്ചിരിയായി ഇന്ദ്രജാലമായി പുഞ്ചിരിയായി ആങ്കല കവിത സ്വപ്നറാണിയായി ആയുവ സുന്ദരി ഡസ്റ്റിമോണയോ ആങ്കല കവിത സ്വപ്നറാണിയായി ആയുവ സുന്ദരി ഡസ്റ്റിമോണയോ അനുരാഗത്തിൻ മോഹകുടീരം അനുരാഗത്തിൻ മോഹകുടീരം അശ്രുവിലാഴ്ത്തിയ കഥയോ നീ പറയൂ 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 സ്വപ്നമയീ പഞ്ചവടിയിലെ മായാസീതയോ പങ്കജമലർ ബാണമെയ്തോ ഇന്ദ്രധനുസോ പുരികക്കൊടിയായി ഇന്ദ്രധനുസോ പുരികക്കൊടിയായി ഇന്ദ്രജാലമായി പുഞ്ചിരിയായി ഇന്ദ്രജാലമായി പുഞ്ചിരിയായി. ഈശ്വരനൊരിക്കൽ വിരുന്നിന് പോയി രാജകൊട്ടാരത്തിൽ വിളിക്കാതെ കന്മതിൽ ഗോപുര വാതിലിനരികിൽ കരുണാമയനവൻ കാത്തുനിന്നു കരുണാമയനവൻ കാത്തുനിന്നു ഈശ്വരനൊരിക്കൽ വിരുന്നിന് പോയി രാജകൊട്ടാരത്തിൽ വിളിക്കാതെ അലങ്കാര ദീപങ്ങൾ ആർത്തു ചിരിച്ചു
അന്തപുരമാകെ കോരിത്തരിച്ചു കോരിത്തരിച്ചു. വിഭവങ്ങളൊരുങ്ങി വിദ്വാൻമാരൊരുങ്ങി വിലാസ നൃത്തം തുടങ്ങി. വിലാസ നൃത്തം തുടങ്ങി. ഈശ്വരനൊരിക്കൽ വിരുന്നിന് പോയി രാജകൊട്ടാരത്തിൽ വിളിക്കാതെ. കന്മതിൽ ഗോപുര വാതിലിനരികിൽ കരുണാമയനവൻ കാത്തുനിന്നു. കരുണാമയനവൻ കാത്തുനിന്നു. ഈശ്വരനൊരിക്കൽ വിരുന്നിന് പോയി രാജകൊട്ടാരത്തിൽ വിളിക്കാതെ. കതിർ മണ്ഡപമൊരുക്കി ഞാനൊരു മണ്ഡപമൊരുക്കി. ഞാനൊരു കല്യാണ പന്തലൊരുക്കി. ഞാനൊരു കല്യാണ പന്തലൊരുക്കി. മനസ്സിൻ്റെ നാലുകെട്ടിൻ മണിമുറ്റത്ത് മന്ദാര പൂങ്കാവിൻ തിരുമുറ്റത്ത് കതിർ മണ്ഡപമൊരുക്കി. ഞാനൊരു മണ്ഡപമൊരുക്കി. സ്വപ്നങ്ങൾ തോരണങ്ങൾ ചാർത്തി കൽപ്പന നിറപറയൊരുക്കി. സ്വപ്നങ്ങൾ തോരണങ്ങൾ ചാർത്തി കൽപ്പന നിറപറയൊരുക്കി. ആയിരത്തിരിവിളക്കേന്തി ആശകൾ നാദസ്വരം മുഴക്കി. അറിഞ്ഞില്ല ആരുമറിഞ്ഞില്ല ആത്മാവിൽ സ്വയംവരം നടന്നു. കതിർ മണ്ഡപമൊരുക്കി. ഞാനൊരു മണ്ഡപമൊരുക്കി. മെയ്യോടും മെയ്യൊരും മീരുന്നു മെല്ലേയൻ മലർമിഴിയടഞ്ഞു. മെയ്യോടും മെയ്യൊരും മീരുന്നു മെല്ലേയൻ മലർമിഴിയടഞ്ഞു. കൈവളകൾ നടത്താലിളകി കൺമുന്നിൽ മാധവങ്ങൾ വിടർന്നു. അറിഞ്ഞില്ല ആരുമറിഞ്ഞില്ല ആത്മാവിൽ സ്വയംവരം നടന്നു. കതിർ മണ്ഡപമൊരുക്കി. ഞാനൊരു മണ്ഡപമൊരുക്കി. ഞാനൊരു കല്യാണ പന്തലൊരുക്കി. ഞാനൊരു കല്യാണ പന്തലൊരുക്കി. കണ്ണുനീർത്തുള്ളിയേ സ്ത്രീയോടുപമിച്ച കാവ്യഭാവനേ അഭിനന്ദനം നിനക്കഭിനന്ദനം. അഭിനന്ദനം അഭിനന്ദനം അഭിനന്ദനം. കണ്ണുനീർത്തുള്ളിയ സ്ത്രീയോടുപമിച്ച കാവ്യഭാവനേ അഭിനന്ദനം നിനക്കഭിനന്ദനം. അഭിനന്ദനം അഭിനന്ദനം അഭിനന്ദനം. വ്യാസനോ കാളിദാസനോ അത് ഭാസനോ ഷെല്ലിയോ ഷേക്സ്പിയറോ. വ്യാസനോ കാളിദാസനോ
അത് ബാസനോ ഷെല്ലിയോ ഷേക്സ്പിയറോ, അഭിനന്ദനം നിനക്കഭിനന്ദനം, അഭിനന്ദനം അഭിനന്ദനം അഭിനന്ദനം. വിഷാദസാഗരമുള്ളിൽ ഇരമ്പും തുഷാര ഗൽഗത ബിന്ദു, വിഷാദസാഗരമുള്ളിൽ ഇരമ്പും തുഷാര ഗൽഗത ബിന്ദു, സ്ത്രീ ഒരു വികാര വൈഡൂര്യ ബിന്ദു, സ്ത്രീ ഒരു വികാര വൈഡൂര്യ ബിന്ദു. ശരിയാണ്, അതൊരു ചിപ്പിയിൽ വീണാൽ വൈഡൂര്യമാകും, പൂവിൽ വീണാൽ പരാഗമാകും. തുടരുത്, എടുത്തെറിയരുത്. ഇന്ദ്രനദായുധമാക്കി ഈശ്വരൻ ഭൂഷണമാക്കി, വ്യഭിചാരത്തെരുവിൽ മനുഷ്യനാം മുത്തുക്കൾ വിലപേശി വിൽക്കുന്നു, ഇന്ന് വിലപേശി വിൽക്കുന്നു. കണ്ണുനീർത്തുള്ളിയ സ്ത്രീയോടുപമിച്ച കാവ്യഭാവനേ, പ്രപഞ്ച സൗന്ദര്യമുള്ളിൽ വിടർത്തും പ്രകാശ ബുൽബുദ ബിന്ദു, പ്രപഞ്ച സൗന്ദര്യമുള്ളിൽ വിടർത്തും പ്രകാശ ബുൽബുദ ബിന്ദു, സ്ത്രീ ഒരു പ്രഭാത നക്ഷത്ര ബിന്ദു, സ്ത്രീ ഒരു പ്രഭാത നക്ഷത്ര ബിന്ദു. അതെ അതെ, ആ നീർക്കുമിളിലേക്ക് നോക്കി നിന്നാൽ പ്രകൃതി മുഴുവൻ പ്രതിബിംബിക്കുന്നത് കാണാം. തുടരുത്, അതിട്ടുടയ്ക്കരുത്. ചന്ദ്രിക ചന്ദനം നൽകി തെന്നൽ വന്നളകങ്ങൾ പുൽകി, വഴിയാത്രക്കിടയിൽ മനുഷ്യനാം കുമിളകൾ വലവീശിയുടയ്ക്കുന്നു, ഇന്ന് വലവീശിയുടയ്ക്കുന്നു. കണ്ണുനീർത്തുള്ളിയ സ്ത്രീയോടുപമിച്ച കാവ്യഭാവനേ, അഭിനന്ദനം നിനക്കഭിനന്ദനം, അഭിനന്ദനം അഭിനന്ദനം അഭിനന്ദനം. ആ തിരുവാഭരണം ചാർത്തി വിടർന്നു തിരുവാതിര നക്ഷത്രം, തിരുവാഭരണം ചാർത്തി വിടർന്നു തിരുവാതിര നക്ഷത്രം, പ്രിയദർശിനി നിൻ ജന്മദിനത്തിൽ ഹൃദയം തുടികൊട്ടുന്നു, ഹൃദയം തുടികൊട്ടുന്നു. ധനുമാസത്തിൻ ശിശിരക്കുളിരിൽ തളിരുകൾ മുട്ടിയുരുമ്മുമ്പോൾ, തളിരുകൾ മുട്ടിയുരുമ്മുമ്പോൾ, മധുര മനോഹര മാധവലഹരിയിൽ മുഴുകാൻ ലതികകൾ വെമ്പുമ്പോൾ, മുഴുകാൻ ലതികകൾ വെമ്പുമ്പോൾ, തളിരണിയട്ടെ നിൻ ഭാവനകൾ, മലരണിയട്ടെ നിൻ വനികൾ.
തിരുവാഭരണം ചാർത്തി വിടർന്നു തിരുവാതിര നക്ഷത്രം. പ്രിയദർശിനി നിൻ ജന്മദിനത്തിൽ ഹൃദയം തുടികൊട്ടുന്നു, ഹൃദയം തുടികൊട്ടുന്നു. രാജീവനയനേ നീയുറങ്ങൂ, രാഗവിലോലെ നീയുറങ്ങൂ. രാജീവനയനേ നീയുറങ്ങൂ, രാഗവിലോലെ നീയുറങ്ങൂ. ആയിരം ചുംബന സ്മൃതി സുമങ്ങൾ അധരത്തിൽ ചാർത്തി നീയുറങ്ങൂ. ആയിരം ചുംബന സ്മൃതി സുമങ്ങൾ അധരത്തിൽ ചാർത്തി നീയുറങ്ങൂ, അധരത്തിൽ ചാർത്തി നീയുറങ്ങൂ. രാജീവനയനേ നീയുറങ്ങൂ, രാഗവിലോലെ നീയുറങ്ങൂ. എൻ പ്രേമഗാനത്തിൻ ഭാവം നിന്നീല കൺപീലിയായി. എൻ പ്രേമഗാനത്തിൻ ഭാവം നിന്നീല കൺപീലിയായി. എൻ കാവ്യശബ്ദാലങ്കാരം നിന്നാവിൽ കിളിക്കൊഞ്ചലായി, നിന്നാവിൽ കിളിക്കൊഞ്ചലായി. ആരീരാരോ 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 ആരീരാരോ. രാജീവനയനേ നീയുറങ്ങൂ, രാഗവിലോലെ നീയുറങ്ങൂ. ഉറങ്ങുന്ന ഭൂമിയെ നോക്കി ഉറങ്ങാത്ത നീലാംബരം പോ. ഉറങ്ങുന്ന ഭൂമിയെ നോക്കി ഉറങ്ങാത്ത നീലാംബരം പോൽ അഴകേ നിൻ കുളിർമാല ചൂടി അരികത്തുറങ്ങാതിരിക്കാം, അരികത്തുറങ്ങാതിരിക്കാം. ആരീരാരോ 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 ആരീരാരോ. രാജീവനയനേ നീയുറങ്ങൂ, രാഗവിലോലെ നീയുറങ്ങൂ. പ്രിയമുള്ളവരെ, പൊന്നാനിയുടെ സാംസ്കാരിക കൂട്ടായ്മയായ സഹൃദയ സുഹൃത്ത് സംഘം അവതരിപ്പിക്കുന്ന ഗാനലോക വീഥികൾ എന്ന സംഗീത പരമ്പരയുടെ MS വിശ്വനാഥനെ സംബന്ധിച്ച 6ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു. ഈ പരമ്പരയുടെ കഴിഞ്ഞ 6 ഭാഗങ്ങളും വിജയമാക്കി തന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ആദ്യമേ ഞാൻ നന്ദി പറയട്ടെ. അതോടൊപ്പം ഇതിൽ പങ്കെടുത്ത പാട്ടുകാർക്കും അവതാരകർക്കും സംഗീത വിദഗ്ധർക്കും ഇതിനോട് സഹകരിച്ച എല്ലാവർക്കും സഹൃദയയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും തികഞ്ഞ ആത്മാർത്ഥതയോടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദിയും സ്നേഹവും പ്രകാശിക്കുന്നു. ഇതുവരെ നിങ്ങൾ നൽകിയ എല്ലാ സഹകരണങ്ങളും വീണ്ടും നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അടുത്ത ഭാഗത്ത് വീണ്ടും കാണാമെന്ന് ഉറപ്പോടെ വിട പറയട്ടെ.